അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എല്ലാ കാലത്തും ദൈവത്തെ ഭയപ്പെടുന്ന വിശ്വസ്തരായി ജീവിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടാകും. ഇതാ ഇവിടെ ദൈവത്തെ ഭയപ്പെട്ട് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഉറച്ചു നിന്ന് മാതൃകാ ജീവിതം നയിച്ച ചില സഹോദരിമാരെ നമുക്ക് കാണാം. സാറ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ, ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ച് ഇറങ്ങിത്തിരിച്ച സാറ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് അതിഥികളെ സൽക്കരിച്ച് ജീവിതയാത്രയിൽ വന്ന എല്ലാ സാഹചര്യങ്ങളിലും അതിജീവിച്ച് താമസിച്ചാലും വാഗ്ദത്ത സന്തതിയെ കാണുവാൻ സാധിച്ചു. പ്രിയരെ, ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവനത് നമുക്ക് നൽകി തരും. യോഗ്യബേൽ ആ കാലത്ത് ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്ന കൽപ്പനയുടെ നടുവിൽ മോശ ജനിക്കുന്നു. കുഞ്ഞ് സുന്ദരൻ എന്ന് കണ്ട് അവന്റെ അമ്മയപ്പന്മാർ 3 മാസം ഒളിപ്പിച്ചു. പിന്നീട് നദിയുടെ കരയിൽ കൊണ്ടുവച്ചു. ഫറവോന്റെ പുത്രി എടുത്തുകൊണ്ടുപോയി. എന്നാൽ അവനെ വളർത്തുവാൻ മാതാവിന് തന്നെ ഭാഗ്യം ലഭിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ താൻ ആരാണെന്നും ദൈവമാരെന്നും മോശയെ പഠിപ്പിക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. കൊട്ടാരത്തിൽ വളർന്നെങ്കിലും ദൈവജനത്തിന്റെ കഷ്ടത കണ്ട് അവരെ വിടുവിക്കുവാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തു. പ്രിയരെ, നമുക്ക് ലഭിച്ച തലമുറകളെ പറ്റി നമുക്കൊരു ദർശനം വേണം. ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് കൊടുക്കുന്ന ഉപദേശം, പ്രാർത്ഥന അവരെവിടെ ചെന്നാലും ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ ഇടവരും. ഹന്ന മക്കളില്ലാത്തതിനാൽ തന്റെ പ്രതിയോഗി ദിനം പ്രതി ഹന്നയെ കുത്തിക്കൊണ്ടിരുന്നു. ആ വേദന അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും അവൾ പ്രാർത്ഥനയോ ആരാധനയോ മുടക്കിയില്ല. തന്റെ ദൈവത്തോട് അവൾ കരഞ്ഞു. പുരോഹിതൻ പോലും ഒരിക്കൽ അവളെ നിന്ദിച്ചു. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥന കേട്ട് ഒരു മകനെ നൽകി. ദാൻ മുതൽ ബേർശേബ വരെ പ്രസിദ്ധനായ വിശ്വസ്ത പ്രവാചകനായ ശമൂവേൽ. നമ്മുടെ വിഷയം എന്തായാലും ആരെല്ലാം നമ്മളെ നിന്ദിക്കട്ടെ, കുത്തുവാക്കുകൾ പറയട്ടെ, നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ, കരഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഹന്നയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. നവോമി ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ കുടുംബത്തോടൊപ്പം മോവാബിലേക്ക് പോയ നവോമി അല്പകാലം അവിടെ സന്തോഷമായിരുന്നെങ്കിലും പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ 2 മരുമക്കൾ മാത്രം ശേഷിച്ചു. അവരോടും നവോമി പറഞ്ഞു, പോയിക്കൊള്ളീൻ എന്ന് പറഞ്ഞപ്പോൾ ഓർപ്പ മടങ്ങിപ്പോയി. എന്നാൽ റൂത്ത് തന്നോട് കൂടി നിന്നു. എന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നാലും നാം ഒരിക്കലും ദൈവാലോചന ഇല്ലാതെ ഒരിടത്തേക്ക് നമ്മുടെ സ്റ്റെപ്പ് വയ്ക്കരുത് എന്നാണ് നവോമി നമ്മോട് പറയുന്നത്. എന്നാൽ റൂത്ത് നവോമിയോട് പറ്റി നിന്നു. അമ്മാവിയമ്മയോട് പറ്റി നിന്ന റൂത്ത് മുന്നോട്ട് ഒന്നും കാണാതിരുന്നപ്പോഴും നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് നവോമിയുടെ കൂടെ പറ്റി നിന്നു. നവോമിയുടെ പ്രാർത്ഥനയും ജീവിതവും കണ്ട് ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി വന്ന റൂത്ത് അനുഗ്രഹിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു വന്ന റൂത്ത് മഹാധനവാനായ ബോസിന്റെ സമ്പത്തിനുടമയായി. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ഒന്നും കാണാനില്ലെങ്കിലും വിശ്വാസത്തോടെ നാം ജീവിക്കുന്നുവെങ്കിൽ സകലവും നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. എലിസബത്ത് സന്തോഷകരമായ കുടുംബജീവിതം നീതി പ്രവർത്തിച്ച് സകല ന്യായപ്രമാണങ്ങളും പ്രമാണിച്ച് ജീവിച്ചവർ. ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന എലിസബത്ത് വാർദ്ധക്യത്തിൽ ഇനി ഒന്നും നടക്കില്ല എന്ന് ലോകം വിചാരിച്ചു. എന്നാൽ വാർദ്ധക്യത്തിൽ ഒരു തലമുറയെ ലഭിച്ചു. ദൈവം ആർക്കും കടക്കാരനല്ല. നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇതിലൂടെ നാം മനസ്സിലാക്കുന്നു. മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയെ, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത മറിയ, നിന്ന അപമാനം എങ്ങനെ ഞാൻ പുറത്തിറങ്ങും, എല്ലാവരും എന്നെ കുറിച്ച് എന്തു പറയുമെന്ന് വിചാരിച്ചെങ്കിലും ദൈവം കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത മറിയ അപ്പോൾ ഏറ്റവും മാനിക്കപ്പെട്ടവളായി. ദുഷ്കരമായ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം അതെല്ലാം മാറ്റി വലിയ മാന്യത കൊടുക്കുവാനിടയായി. ലോകരക്ഷകനായ യേശു തന്നിൽ ജനിക്കുവാനിടയായി.
നമ്മുടെ ഉള്ളിലും യേശു കർത്താവ് വരുമ്പോൾ നിന്ദകൾ, ഭാരങ്ങൾ, ഒറ്റപ്പെടി എല്ലാം ഉണ്ടാകും. എന്നാൽ മടുത്തു പോകാതെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ മാന്യരാകും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മാന്യത ലഭിക്കുവാനിടയാകും. ഹന്ന പ്രവാചകി ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജീവിച്ച ഹന്ന പ്രവാചകി, ശിമയോനെ പോലെ ലോകരക്ഷകനായ യേശുവിനെ കാത്തിരുന്നവർ. യേശുവിനെ അമ്മയപ്പന്മാർ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഹന്നയ്ക്കും കാണുവാൻ സാധിച്ചു. ദൈവത്തെ സ്തുതിക്കുവാൻ സഹായിച്ചു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ പറ്റി അനേകരോട് പറയുവാൻ കഴിഞ്ഞു. പ്രിയരെ, അന്ന് ഹന്ന കാത്തിരുന്ന പോലെ, യേശുവിനെ കണ്ടതുപോലെ നമ്മെ വീണ്ടെടുക്കാൻ ഈ ലോകത്തിൽ വന്ന് മരിച്ചുയർന്നേറ്റ ക്രിസ്തു പഴയതുപോലെ പോയതുപോലെ താൻ മടങ്ങി വരുമെന്ന് അരുളി ചെയ്തവൻ. നാമും വിശ്വസ്തയോടെ വിശുദ്ധിയോടും ദൈവകൽപ്പന അനുസരിച്ച് മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ച് ജീവിച്ചാൽ നമ്മയും ചേർക്കുവാൻ താമസമില്ല, കർത്താവ് വരും. അതിനായി നമുക്ക് ഒരുങ്ങാം. കുഞ്ഞാടാകും എൻ്റെ പ്രിയനേ, സിയോൻ